നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച പദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പേരുകളും വിശേഷണങ്ങളും പറയാനുണ്ട്. എന്നിട്ടും പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ നാം ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് സൃഷ്ടിച്ചത്, അയച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ കൊടുക്കുന്ന വിശേഷണം കാരുണ്യം. പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്ന ആയത്ത് നോക്കൂ നിങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന് അനേകം വിശേഷണങ്ങൾ ഉണ്ടായിട്ട് അവിടെ വിശേഷിപ്പിച്ച പദം അർ റഹ്മാൻ റഹീം എന്ന പദങ്ങളാണ്. അതായത് കരുണയോട് ചേർന്ന് നിൽക്കുന്ന പദം. അപ്പം നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക എന്നതോടുകൂടെ തന്നെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കലാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നമുക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാകാൻ പറ്റണം. നമ്മുടെ ചുറ്റിലും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള ആളുകളിലേക്കൊന്ന് നോക്കുക. അവിടെ നോക്കിയിട്ട് നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ വേണ്ട വിഭവങ്ങളില്ലാത്ത വീടുകളുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കവിടെ പരിഹാരമാകാൻ കഴിയണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തി ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി പെരുന്നാളിൻ്റെ അന്നത്ത് എല്ലാ വീട്ടിലും മാംസം മേടിക്കുമ്പോൾ നമ്മുടെ അയൽപക്കത്തെ വീട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള വീട്, ആ വീട്ടിൽ മാംസം മേടിക്കാനുള്ള വകയില്ലേ? ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മാംസം എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമം നമ്മൾ ചെയ്യണം. അത് ചെയ്തിട്ട് ഞാനത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നമ്മളത് ചെയ്യണം. പെരുന്നാൾക്ക് വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ ആ കുട്ടികൾക്ക് കഴിയുന്നില്ലേ? നമ്മൾ നല്ല വസ്ത്രം മേടിക്കണം. ആ സമയത്ത് ആ കുട്ടികൾക്കും വസ്ത്രം മേടിച്ചു കൊടുക്കണം. അതിന് നമുക്ക് കഴിയൂലേ? നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിങ്ങനെ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും ഈ ഉസ്താദുമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പലപ്പോഴും പിരിവിലായിരിക്കും. ഇന്ന വിഷയം വേണം, ഇന്ന വിഷയം വേണം, അതൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ എന്നിട്ട് പറയുന്നത് അവർക്ക് ഫുൾ പിരിവാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നോ, അവരല്ലേ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ? അവരെ പിരിച്ചിട്ടൊന്നും അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല. അവർ പിരിച്ച് സാധുക്കളായ കുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു, ഓരോ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു, മരുന്നില്ലാത്തവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവർ ആഖിറത്തിലേക്ക് ഇങ്ങനെ സമ്പാദിച്ചു കൊണ്ടിടും. അപ്പം നമ്മൾ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ ബുദ്ധിമുട്ടിലായിരിക്കും. ഞാൻ പറയുന്നത് പ്ലസ് അതോടുകൂടെ തന്നെ നമ്മുടെ ചുറ്റിലേക്ക് നോക്കുക. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സമീപിക്കുക. ആ സമീപനം ഒരിക്കലും ഒരു മോശപ്പെട്ട രീതിയായിട്ട് ഒരാളും കാണാൻ പാടില്ല. നമ്മുടെ ഒരു വിഷയം നമ്മളൊരാളെടുത്ത് പറയുമ്പോൾ ഒക്കെയാണ് അതൊരു ബുദ്ധിമുട്ടാണ്, നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരാളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടുക. നിങ്ങൾ നോക്ക്, അഫ്ളലുൽ അഅ്മാലി ബഅദൽ ഫറായിദി, ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷം അഫ്ളലുൽ അഅ്മാലി ബഅദൽ ഫറായിദ്, ഒരു മനുഷ്യന്റെ ഫർളായ അമലുകൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ കാര്യം എന്താണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, നീ കാരണം മറ്റൊരുത്തൻ്റെ മനസ്സിൽ സന്തോഷത്തെ കൊണ്ടെത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല അമൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വിശാലമാണ്. ഇനി സക്കാത്ത് വരികയാണ്. നിങ്ങൾ ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ സക്കാത്ത് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഒരു നാട്ടിൽ ഒരു 10 പ്രമാണിമാരുണ്ടെങ്കിൽ ആ 10 പ്രമാണിമാരുടെ സക്കാത്ത് കൃത്യമായി അളന്ന് അതിന് ഇത്ര ഓഹരി വെച്ച് അത് ഇന്ന ആളുകൾക്ക് കൊടുക്കുക എന്ന രൂപത്തിൽ വന്നാൽ ഒരു മഹല്ലത്തിൽ ഒരു 20 പാവപ്പെട്ട ആളുകളുണ്ടെന്ന് പരിഗണിക്കുക. ആ 20 പാവപ്പെട്ട ആളുകളിൽ ഈ 10 പ്രമാണിമാരായ ആളുകൾ അവരുടെ സക്കാത്തിൻ്റെ നല്ലൊരു ശതമാനം ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ പിറ്റത്തെ വർഷം ആ വീട്ടുകാർ സക്കാത്തിന് അവകാശികളാവൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് 20 പാവപ്പെട്ടവരുണ്ട്, അതിലൊരു പാവപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് 10 പ്രമാണിമാർ അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ സക്കാത്തിൻ്റെ വലിയൊരു ശതമാനം കുറച്ച് അവർ എന്ത് ചെയ്തോട്ടെ കുടുംബങ്ങളിലൊക്കെ കൊടുക്കുക. പക്ഷെ ഒരു കുടുംബത്തെ ലൊക്കേറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ആ കുടുംബത്തിന് നിശ്ചിതമായ ഒരു സംഖ്യ കൊടുത്താൽ പിറ്റത്തെ വർഷം ഇതിൻ്റെ എണ്ണം 19 കുറയും. 20 നിന്ന് 19 ആവും. ഇവർക്ക് സ്വയം നിൽക്കാൻ വേണ്ടി തോന്നും. അതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു സാമൂഹിക സൈക്ലിംഗ് അവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ നിങ്ങളുടേതാണ്, 2.5% ഒഴികെ. നിങ്ങൾക്ക് 1,00,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5%, 2,500 രൂപ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കണം. അത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. അത് ആർക്കുള്ളതാ? അത് മറ്റൊരാളുടെ കണ്ണിരൊപ്പമുള്ളതാ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സക്കാത്തിൻ്റെ വിഷയം അതൊന്നുകൂടി വിശദമായി പറയണം.
അതിൻ്റെ ഓഹരി എത്രയാണ്, എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വിശദമായി പറയണം. ഈ സക്കാത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ പടച്ചോനെ കണ്ണിപ്പിടിട്ടാൽ നിൽക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു 500, 1000, 10,000 രൂപയെന്ന് മാറ്റി വെച്ച് അതിങ്ങനെ 27,000 ആളുകൾ വരിക, അല്ലെങ്കിൽ അത് വരുന്ന സമയത്ത് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് നമ്മൾ കണക്കൂട്ടണം. നമുക്കൊരു കുറി ഉണ്ടെങ്കിൽ ആ കുറിക്ക് പോലും സക്കാത്തുണ്ട്. നമുക്കൊരു കുറി, നമ്മൾ ക്യാഷ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറി ഉണ്ടെങ്കിൽ ആ കുറിക്കടക്കം സക്കാത്തുണ്ട്. കാരണം നമ്മുടെ മുതലാണ്, അതിന് സക്കാത്തുണ്ട്. അങ്ങനെ നോക്കി നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എത്ര, അവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ്, ഒരു വർഷം എത്രയാണ് വരുന്നത്, ഇങ്ങനെയൊക്കെ നോക്കി കൃത്യമായിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം. സക്കാത്തിൽ നിന്ന് ഒരാൾ മാറിക്കഴിഞ്ഞോ രക്ഷപ്പെടില്ല. കാരണം അവൻ്റെ അടുക്കലുള്ളത് ആരാൻ്റെ ഹക്കാണ്. അവൻ്റെ അടുക്കൽ ബാക്കിയുള്ളത് വേറെ ഒരാളുടെ ഹക്കാണ്. അത് നിർബന്ധമായിട്ടും കൊടുക്കണം. അപ്പം നമ്മൾ സക്കാത്ത് കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് കൊണ്ട് മാത്രം അത് സക്കാത്തായി പരിഗണിക്കപ്പെടില്ല. അത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം, കൃത്യമായ ഉദ്ദേശത്തോടു കൂടി കൊടുക്കണം. ഞാൻ അത് കൊടുക്കുന്ന ആളാന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല.